ഡോറൊക്കെ പൂട്ടി ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോവാണ്. ഋഷുദ് അവിടെ കിടന്ന് വട്ടം കറങ്ങണ് വണ്ടിയിൽ കയറുന്നതിന് പകരം. അപ്പം ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ചാവി ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണ് കേട്ടോ ഇക്ക പറഞ്ഞത് എൻ്റെ ഫോണ് വീടിനുള്ളിലാണ്. പിന്നെ ഋഷു പോയി തുറന്ന് കൊടുന്നു കൊടുത്തു കേട്ടോ. അപ്പോൾ കല്യാണം നടക്കുന്നത് കരുവാരകുണ്ടാണ് കേട്ടോ. എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച മുഹമ്മദിൻ്റെ മോളെ കല്യാണമാണ്. ഇപ്പോൾ ഋഷുവിനോട് വീഡിയോയിലൊന്ന് വന്ന് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ വന്ന് നിന്നതാണ് കേട്ടോ. ആർക്കാനും വേണ്ടി അള്ളാഹുക്കെ പറഞ്ഞ് പറയുന്ന പോലെ. അടുത്തത് ഇപ്പം ഇക്കാൻ്റെ പോയാണ് കേട്ടോ. ഇക്കാനോടൊന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇക്ക പിന്നെ നോക്കി തന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. ഋഷുവിൻ്റെ പിന്നെ ഞാൻ കിട്ടിയ ക്ലിപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുഹമ്മദ്. ഇന്നിപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കല്യാണത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ ഏത് കല്യാണത്തിന് പോയാലും വൈകിട്ടാണ് എത്തുക. ഇന്നിപ്പോൾ രാവിലെ തന്നെ വേറൊരു ആവശ്യത്തിന് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിറങ്ങിയതുകൊണ്ട് തന്നെ നേരത്തെ കല്യാണത്തിനും എത്തി. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ വർഷങ്ങൾക്ക് ശേഷം മക്കളുടെ കല്യാണത്തിനൊക്കെ ഇതുപോലെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് കൂടാൻ പറ്റുമെന്ന്. ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അന്നത്തെ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമ ഇറങ്ങിയതിന് ശേഷമാണല്ലേ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടായത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ലത് തന്നെയാണ്. അത് നമ്മളെ യുക്തിക്കനുസരിച്ചിരിക്കൂലേ. പിന്നെ അധിക സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. 2 മണിക്ക് തിരിച്ച് പെരിന്തൽമണ്ണ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, വേഗം തിരിച്ചു പോന്നു. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇതുപോലെ ആരുടെയെങ്കിലുമൊക്കെ മക്കളുടെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കൂടാം.